അച്ഛന്റെ രണ്ട് താറാവിനെയൊക്കെ പിടിച്ച് നിൽക്കണ നിപ്പ് കണ്ടറിയാല്ല ഇന്ന് നമ്മുടെ വീട്ടിൽ താറാവ് കറിയാണെന്ന്. അതെ, താറാവിനെയൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. താറാവ് നല്ലോണം കഴുകിയെടുത്ത ശേഷമേ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ വിനാഗിരി ഇല്ലേ, സിർക്ക, അതും കൂടി ഇട്ടിട്ട് ആ വെള്ളത്തിലും കൂടി താറാവ് ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. താറാവിന്റെ ആ ഒരു ചൊവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി കിട്ടും. അത് ചോദിക്കാൻ വിട്ടുപോയി കേട്ടാ. താറാവ് കഴിക്കാത്ത എത്ര പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നതിൽ? ഇവിടെ ഒരാളുണ്ട്, വേറെ ആരുമല്ല, നമ്മുടെ നികി തന്നെ. അപ്പോൾ അതേ താറാവിലേക്ക് മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി താറാവിലെ മസ്റ്റാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല വേണം. അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി മസാല കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇടുക, കാരണം നമ്മൾ ആദ്യം ഉപ്പിൽ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുനാരങ്ങ നീര് കേട്ടോ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനാഗിരി കഴുകിയോണ്ട് പുളി ഉണ്ടാവും. ഇവിടെ നമുക്ക് താറാവ് കറി മാത്രം പോരല്ല, ചോറും വേണ്ടേ. താറാവും വെള്ളയപ്പമാണ് പൊതുവെ കോമ്പിനേഷൻ, പക്ഷെ നമ്മൾ ചോറിൽ തന്നെ പിടിക്കാന്ന് വിചാരിച്ചു. അപ്പം അമ്മ ചോറും ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കുക്കർ അങ്ങ് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഈ താറാവിറച്ചി എനിക്ക് കഴിക്കില്ലെന്ന് പറഞ്ഞല്ല, മുമ്പ് ഞാനും ഇത് കഴിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഒരു തവണ ഞാൻ കഴിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. കഴിക്കുന്നതിന് ടേസ്റ്റ് കൂടി വരുന്ന പോലെ തോന്നും താറാവ് കേട്ടോ. അങ്ങനെ നമ്മുടെ താറാവതേ 2 വിസിലൊക്കെ കേട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല, അത് നമുക്ക് വേണം. അപ്പോൾ അതേ നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല വലിയുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്, ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി നല്ലോണം വാടി വരാൻ വേണ്ടി കാത്ത് നിൽക്കണ്ട. കുറച്ചൊന്ന് വാടി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ വെള്ളമില്ലേ, നമ്മുടെ താറാവിറച്ചിയില സൂപ്പ്, താറാവ് സൂപ്പ്, അത് അങ്ങോട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതാണ് ഇതിനകത്തെ മെയിൻ ഹൈലൈറ്റ്. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ടുണ്ടല്ലോ, ആ നെയ്യ്, ശരിക്കും താറാവിൻ്റെ നെയ്യൊക്കെ ഉള്ള വെള്ളമാണ്. ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഈ മസാല അങ്ങോട്ട് നല്ല കുഴമ്പ് രൂപത്തിലാവുമ്പോൾ ബാക്കി വരുന്നത് നമ്മുടെ താറാവിറച്ചി അങ്ങോട്ട് തട്ടി കൊടുക്കുക കേട്ടോ. ഇതേ നമ്മുടെ താറാവ് കറി ഇവിടെ ഏതാണ്ട് റെഡിയായി തുടങ്ങി കേട്ടോ. നല്ലോണം വറ്റിക്കോട്ടെ, ആ വെള്ളമൊക്കെ വറ്റി ശരിക്കും അങ്ങോട്ട് വരട്ടിയെടുത്ത പോലെ അങ്ങോട്ട് ആവണം നമുക്ക് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ താറാവിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും വായിൽ വെള്ളം വരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുവരെ താറാവ് കഴിക്കാത്തവരാണെങ്കിൽ ഒരു 2 കഷ്ണം ഒന്ന് കഴിച്ച് നോക്ക്. നിങ്ങൾ കഴിക്കുന്നതിന് ടേസ്റ്റ് കൂടി വരും. ആ ഒരു തോന്നൽ എനിക്ക് മാത്രമാണെന്നറിയില്ല. എന്തായാലും നമ്മുടെ താറാവിൽ ലാസ്റ്റ് ആ മല്ലിച്ചപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തും കഴിക്കാം കേട്ടോ. വെള്ളയപ്പം കഴിക്കേണ്ടവർക്ക് വെള്ളയപ്പം കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചോറാണെങ്കിൽ ചോറ് കഴിക്കാം. നമ്മളെന്തായാലും ചോറിലാ പിടിച്ചെന്ന് പറഞ്ഞല്ലോ. ചോറിലേക്ക് നല്ല താറാവിറച്ചി ഇതുപോലെ അങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് ഒരു കഷ്ണം താറാവിറച്ചി എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കടിച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല ചൂടാണ് കേട്ടോ. ശരിക്ക് താറാവിറച്ചി വിട്ടുപോലുമില്ല കൊട്ടിൽ നിന്ന്, കടിച്ച് തന്നെ വലിക്കണം. പക്ഷെ ആ കിട്ടുന്ന ഇറച്ചിക്കുണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സംഭവം അടിപൊളിയായിട്ടാ. അപ്പം അച്ഛനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നീക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അമ്മ പിന്നെ കഴിച്ചോളാന്നും പറഞ്ഞു. അപ്പം എന്തായാലും താറാവിറച്ചി എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളി അല്ലേ?